ബാബറിന്റെ സൈന്യം ഇന്ത്യയിലേക്കുള്ള പ്രയാണവും തുടർന്നു. ആക്രമണത്തിന് ക്ഷണിച്ച ദൗലത് ഖാൻ ഇല്ലാതെ യുവാവായ ബാബർ നയിച്ച ആ സൈന്യം 1526 ഏപ്രിൽ 21 പാനിപ്പത്തിൽ വച്ച ഇബ്രാഹിം ലോധിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി. അങ്ങനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരംഭിച്ചു. വെടിമരുന്നും പീരങ്കിയും ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യകാല യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം. കയ്യിൽ കൊണ്ടു നടക്കാവുന്ന തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചുള്ള ഈ യുദ്ധത്തെ ഗൗൺ പൗഡർ വാർഫെയർ അഥവാ വെടിമരുന്ന് പോരാട്ടം എന്നാണ് മൈക്കൽ റോബർട്ട്സ് എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ വിശേഷിപ്പിച്ചത്. പൂർവികരായ തിമൂറിന്റെ പാത പിന്തുടർന്ന പഞ്ചാബ് വരെ എത്തണം, ഇതായിരുന്നു ബാബറുടെ ആഗ്രഹം. ലോധി ലാഹോറിൽ നിയമിച്ച ഗവർണർ ദൗലത് ഖാന്റെ ക്ഷണമാണ് ഡൽഹിയെ ആക്രമിക്കാൻ ബാബർക്ക് പ്രചോദനമായതും. വെറും 12,000 വരുന്ന സൈന്യവുമായാണ് ബാബർ ഡൽഹി ആക്രമിക്കാൻ എത്തിയത്. ലോധിക്കാകട്ടെ ലക്ഷത്തോളം പടയാളികൾ ഉണ്ടായിരുന്നു, മികച്ച ഒരു ആനപ്പട വേറെയും. ലോധിയുടെ സൈന്യബലമറിഞ്ഞ ബാബർ ആദ്യം ഒന്നമ്പരന്നു. എങ്കിലും ഡൽഹിയുടെ അടുത്തെത്തിയിട്ട് ഒരു കൈ നോക്കാതെ മടങ്ങുന്നത് ബുദ്ധിയല്ലെന്ന് സാഹസികനായ അദ്ദേഹത്തിന് തോന്നി. സൈന്യബലം കുറവാണ്, അതുകൊണ്ട് നേരിട്ടുള്ള ആക്രമണത്തിൽ സൈനികരെ നഷ്ടപ്പെടാതിരിക്കാൻ ബാബർ കിടങ്ങു കുഴിച്ച് ഭടന്മാരെ അതിൽ ഒളിപ്പിച്ചു. കിടങ്ങുകളുടെ മുകൾ ഭാഗങ്ങൾ മരച്ചില്ല കൊണ്ട് മൂടി. അവയുടെ മധ്യഭാഗത്തായി 700ഓളം പീരങ്കികളും സ്ഥാപിച്ചു. ലോധിയുടെ സൈന്യനിര അപ്പാടെ ഇരച്ചെത്താതിരിക്കാനായി പീരങ്കികളും സൈനിക ഉപകരണങ്ങളും കൊണ്ടുവന്ന കൈവണ്ടികൾ വഴിക്കിരുപുറവും നിരത്തിയിട്ടു. ലോധി സൈന്യത്തിന് ആക്രമിക്കാൻ ലഭിച്ച പാത വളരെ ഇടുങ്ങിയതായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ബാബറുടെ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. മുൻനിരയിൽ ഉണ്ടായിരുന്ന ലോധി സൈനികർ ഭയന്നോടി. പിൻനിരയിൽ ഉണ്ടായിരുന്ന പടയാളികൾക്കൊന്നും മുന്നോട്ടെത്താൻ അവസരം ലഭിച്ചുമില്ല. ബാബറുടെ തന്ത്രങ്ങൾ ലോധിയുടെ സൈന്യത്തിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. തോക്കുകളും പീരങ്കികളും തീതുപ്പു തുടങ്ങിയതോടെ എറുമ്പിൻകൂട്ടിൽ പന്തെറിഞ്ഞതുപോലെ ലോധി സൈനികർ മരിച്ചു വീണു. ഒടുവിൽ ഇബ്രാഹിം ലോധി തന്നെ രംഗത്തെത്തി. അപ്പോൾ വെറും 6000 സൈനികരാണ് ബാക്കിയുണ്ടായിരുന്നത്.